വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെയിമായിട്ടാണ്. ഇന്നത്തെ ഗെയിമിൻ്റെ പേര് ബേബി ഇൻ യെല്ലോ, സോറി ബേബി ഇൻ പിങ്ക്. ഒരു പുതിയ ഗെയിം കണ്ടിട്ട് എടുത്തതാണ്. നോക്കാം ഇത് എങ്ങനെ ഉണ്ടാവും, watch 3 add to unlock this. വേണ്ട, ഒരു ആഡ് വേണ്ട, ആഡിൻ്റെ കളി ഇവിടെ വേണ്ട. ലോഡില്ല, സ്ക്രീന് ലോഡാവണം. Hello, I'd like to order some pizza. Please deliver it as soon as possible. പ്രത്യേകിച്ചും വിൽപ്പുണ്ടല്ലോ. എടാ ഇതല്ലേ നമ്മളെ ചെറുക്കേ? ഇത് ബേബീന് പിങ്ക് എന്നല്ലല്ലോ, ബേബീൻ വൈറ്റാ. ഇത് ഫോണിലാണ് കളിക്കുന്നത്, മറ്റേ കമ്പ്യൂട്ടർ ആണെങ്കിൽ മറക്കാൻ. ഇപ്പം ചെയ്യണ്ടേ ഇവിടെ ഉണ്ടേനാ, അവിടെ വെക്കാം സാധനം. Level 1 mission, pick up the baby. Pick up the baby. ഇനി പിക്കപ്പ് ചെയ്യണടാ. അതാ പിക്കപ്പ് ചെയ്ത് ടേക്ക് ബേബി ടു ബെഡ്. ഇനി ബെഡ് എവിടെയാണോ കൊണ്ട് വെച്ച് കുത്തിക്കയറ്റി വെച്ചത്, ബാത്റൂം തുറക്ക്. ഇതാണോ ബേബിയുടെ റൂം? നെയ്, എൻ്റെ പെർമിഷൻ ഇല്ലാണെങ്കിൽ തുറക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇതാണ് ബേബിയുടെ റൂം അല്ല? ഇതാണ് എൻ്റെ റൂം. ഇല്ല, ഇത് ഇവിടെ കൊണ്ടുവെക്കണം. കഴിഞ്ഞാൽ ഇതാ വെച്ച് ആറാ വിളിക്കുന്നേ? അല്ല, ബെല്ലടിച്ച വിളിക്കുന്നേ. ആറാ വിളിച്ചേ? സ്ക്രീൻ കാസ്റ്റ്
സൈൻബു ഇത് തുറക്കണം. ഇതാ മെയിൻ ഡോർ. ഇവിടെ ലാഗ് അടിക്കുന്നു. ഇതിലാണെങ്കിൽ എന്നെ വരണം കാണുന്നു. ഇതാണോ ഇത്? ഏതാ മെയിൻ ഡോറ്? ഫ്രണ്ട് റോ അല്ല ഫ്രണ്ട് റോ ചെക്ക് ദ ഡോർ. വിച്ച് ഡോർ ഐ ഹാവ് ടു ടേക്ക് ബ്രോ? എടാ ഏത് ചെക്ക് ഡോർ എന്ന് പറഞ്ഞാൽ ഏത് പണ്ടാര? എടാ ഏത് ഗുഹയിൽ പോയി തൊപ്പന്നില്ല ഞാൻ നിങ്ങളെ പോയി മറ്റന്മാർ തന്നെയാ. ചെക്ക് ചെയ്ത് ബേബീൻ്റെ റൂമിൽ ഒരു സാമാനമല്ല കിടക്കും. ഇതാണെങ്കിൽ ലാഗ് ഗ്ലിച്ച് ബഗ് എല്ലാം ഉണ്ട്. ഞാൻ മേലെ ഇങ്ങനത്തെ ഗെയിം കളിക്കൂല. ഭ്രാന്ത് പിടിക്കുന്നു. ചെക്ക് ഡോർ ഏത് ഡോറാ ഇപ്പൊ ചെക്ക് തുറക്കുന്നു? ഏത് ഡോറാ ചെക്ക്? ഒന്ന് അപ്പട് കൂട്ടുന്ന തുറക്കുന്നു. വേഗം പോയോ? കൂട്ടുന്നാരാ തുറക്കുന്നവരാ? ഇപ്പം ഞാൻ ചെയ്യണ്ട. ഇതാണ് ബഗ് ഗ്ലിച്ച് എന്തെല്ലോ. ഇത് ഇതല്ലേ ചെക്ക് ഡോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെക്ക് ഡൗൺ എന്ന് പറയണ്ട. എന്നാല് പണ്ടാരോ എന്നെ കൈയാണെങ്കിൽ വേറെ. ബേബി ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. താഴെ പോയി തപ്പണം. ഇതെല്ലാം പോയി ഇപ്പം അതിൻ്റെ പെണ്ണ് ബോട്ടിൽ. ഇതൊക്കെ സർവ്വസാധാരണ. ഏടോട്ടയുടെ വഴി കൊണ്ട് വെച്ച് മൊത്തം പറയാം. അപ്പം പൊട്ടിക്കുന്നത് മതി. എന്തേനോ ബേബീൻ്റെ മുഖം ഇതൊന്നും തലയിലിട്ട് ബൊമ്മയിലും കറങ്ങുന്നു. കൊടുത്തു മുഖം മാറിയല്ലോ. ഇപ്പം മനസ്സിലായി. നമ്മൾ ബേബീനെല്ലോ കളിച്ചിട്ടില്ലേനാ? അങ്ങോട്ട് ബേബീനെല്ലോ കളിച്ചിട്ടില്ലേനാ? അപ്പോൾ ബേബി മറ്റേ വിചിത്രമായ ഒരു പുതപ്പ് മൂടിയിട്ടിങ്ങനെ നടക്കിയിട്ട് നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ വേറൊരു വേഷം ഇത്. അതിൻ്റെ ഓരോ തട്ടിപ്പും കൂടി ഇത്. വേണ്ട ഇതിപ്പം ഞാൻ സോഫയിൽ കയറിയിരുന്ന് ഞാൻ സോഫയിൽ കയറി ഇരുന്നിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ സോഫയിൽ വന്നു. ഇപ്പം ഞാൻ ക്രിസ്മസാ? ഈ നവംബർ അല്ലേ? ക്രിസ്മസ് ആവാനായിട്ടില്ലല്ലോ. നമ്മൾ ബേബി സിറ്ററാണോ അതോ ബേബി മാമാണോ? സിക്സ് ബാഗ് ഉണ്ട്. വലിയ കൈ സിക്സ് ബാഗ്. സീൻ ബോൺ ദ ഫയറാ. ഇതിന് ഫയർ ആകണ ഇനിയിപ്പം വേണ്ടേ? ഈ സാമാനത്തിന് നമുക്ക്
ഇവിടെ ഇരിപ്പിക്കുക. ഇവിടെ അല്ലട ഇവൻ്റെ സീറ്റ് വാടയാണ്. പ്രത്യേക സീറ്റ് ഉണ്ടട എനിക്ക്. പ്രത്യേക സീറ്റ് വേണടാ. സീറ്റ് വേണം. ഞാനിപ്പോൾ ഇവനടി നോക്കണ്ട. ബോൺഫയർ എന്ന് വെച്ചാൽ ഇത് വെക്കണോ? എന്നിട്ട് ഇപ്പോൾ ഇതിൽ വേണമോ? ഇപ്പം നമ്മുടെ പിക്കപ്പ് ബേബി, പിക്കപ്പ് ദ ബേബി. ആ ബേബീനെ പിക്കപ്പ് ചെയ്ത അവിടെ ഇത് ഗ്ലിച്ചടിച്ച്, ഇത് ഗ്ലിച്ചടിച്ച്, ഇത് ഗ്ലിച്ചടിച്ച്, ഇത് ഗ്ലിച്ചടിച്ചതാ. ഗ്ലിച്ചടിച്ച് നോക്കണ്ട. ഗ്ലിച്ചടിച്ച് സെറ്റ് ലാംഗ്വേജ് സെറ്റ് ഈസി മതിയടാ. എൻ്റെ കൈക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇത് ബഗ്ഗടിച്ച് ക്യാമറ ഇടണ്ട. ഇതിപ്പോൾ എന്തെന്നാക്കണ്ടത്? പിക്കപ്പ് ദ ബേബി കൊണ്ട് പുഷപ്പ് ദ ബേബി. ഇപ്പം നേണ്ടേ ആരുടെ വായിൽ കൂട്ടിയ ശബ്ദം? വായിൽ കൂട്ടിയ ഞാൻ ഇപ്പം ഇതാ വാതിൽ കൂട്ടി നോക്കിയിട്ട് എണ്ണ അലക്കറ്റിൻ്റെ. ഇവിടെ ഉണ്ടോ ഒരു ബേബീനെല്ലോ? അതാണ് തോന്നുന്നു വാതിൽ കൂട്ടി. എന്നാലും ഒന്ന് എൻ്റെ സംശയങ്ങളൊന്നും തീരുന്നില്ലടാ. ഇതിപ്പോൾ എങ്ങോട്ടാ പോണ്ടേ? ഞാനിവിടെ വരണോ? അതല്ലേ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഭ്രാന്ത് പിടിക്കുന്നു. ഇതിൽ ഇവിടെ കൊണ്ട് വെക്കണോ? അവിടെ ഒരു രസവും ഇല്ല. ആരുടെ ഇത് രസമുണ്ടെന്ന് പറഞ്ഞു? ഇനി പുട്ട് ബേബി ടു സോഫ. എവിടെയാ? ഇനി എവിടെ വേണം? ഇവിടെ കുട്ടിയിരിക്കുന്നതിനെ പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കാനാടെ? ഇതിപ്പോ എനിക്കവിടെ ഇരിക്കണ്ടേ? എനിക്കവിടെ ഇരിക്കണ്ടേ? എവിടെ ഇരിക്കണ്ടേ? പോലും പറയുന്നില്ല. പിന്നെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായി ഇവങ്ങ് സ്പൈഡർമാനെ പോലെ അല്ല വണ്ണാനെ പോലെ ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞ് കളിക്കുന്നതല്ലാണ്ട് ബക്കടിച്ച് പോയി. എടാ എനിക്കിത് ഇരിപ്പിക്കാണോ? ഞാനിപ്പോൾ ഈ ഗെയിം എന്ന് ചോദിച്ചോടെ ഞാൻ ഈ ഗെയിമിൽ നിന്ന് അപ്പുറത്തുള്ളാൻ പോകും. ഈ വാതിൽ ഓർക്കാൻ പറ്റുമോ? ഇപ്പം ഇവനെന്താ ചെയ്യണ്ടേ? പുട്ട് ബേബി ടു സോഫ. ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ ഇത് മൊത്തം ബഗ് അടിച്ച് ബഗ് അല്ലെങ്കിൽ ബഗ് ഗ്ലിച്ച് നേരത്തെ അതല്ലോ ഞരമ്പ് ഇങ്ങനെ ചോപ്പ് ഞരമ്പ് ഇങ്ങനെ പോകുന്ന പറയണ്ടല്ലോ. എക്കാലം മാറി. പൂച്ച ഇതോടെ പൂച്ച ഇത് നമ്മളാണോ പൂച്ച? ഇപ്പം ഒന്ന് ചെയ്യണ്ടേ? ഞാൻ സത്യം ഞാൻ സിറ്റി സോഫ
സ്ക്രീൻ കാസ്റ്റ് വെച്ചിട്ടെങ്കിലും നല്ല ഗെയിമാണെന്ന് വിചാരിച്ചതാണ്. ഇപ്പം ആ പുതിയ മാറി. മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കോ? ഇവിടെ ഉണ്ടോ ഒരു ബേബീനെല്ലോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ഡിങ് ഡിങ് എന്നാക്കുക. താത്ത ഒന്നുകൂടി ഞാൻ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ആണെങ്കിൽ ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ഡിങ് ഡിങ് അമർത്തുക. പിന്നെ പറഞ്ഞില്ല. പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരുമിയുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ലൈക്ക് ചെയ്തേക്കും. എൻ്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്യേണ്ട അവന്മാർ നമ്പർ ധാരാണ്. ലൈക്ക് ചെയ്യണേ. ആരാണെങ്കിലും ലൈക്ക് ചെയ്യണം. ഡിസ്ലൈക്ക് ആരും ചെയ്യരുത്. ഡിസ്ലൈക്ക് ചെയ്താൽ എൻ്റെ ഹെൽത്തിന് മോശം. പീസ് ഔട്ട്. ഒരു മിനിറ്റ്, ഞാൻ ശരിക്കും എഴുതിയിട്ടില്ല. 1 2 3 ഒരു മിനിറ്റ്. 1 2 3 പിസ്സ. ഒരു മിനിറ്റ്, ഇത് ജസ്റ്റ് ഒരു ലാഗ് അടിക്കും. ഈ ക്ലിക്ക് ബട്ടൺ. 1 2 3 പിസ്സ.